എന്നിട്ട് പറയും ടീച്ചറെ വിളിച്ച് പക്ഷേ ടീച്ചർ ഫുള്ള് ബിസിയാണ്. അപ്പോൾ അവിടെ വിളിക്കുന്നില്ല, ഫുള്ള് ബിസിയാണ്. അപ്പോൾ വിളിച്ച് പിന്നേര മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ച് ഒക്കെ ബിസിയാക്കിയത്. എം പി വേണോ വിളിച്ചിരുന്നു. ഋത്തിക്ക് പിന്നെ പണിയൊക്കെ ഋത്തിക്ക് അത്രയിട്ടുണ്ടായി. ഋത്തിക്ക് വാക്ക് എനിക്ക് പറഞ്ഞോ. അതല്ല അടുത്ത സ്റ്റാഫ് കൗൺസിലൊക്കെ വരുമ്പോഴേ വരുന്ന ആളുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കലൊക്കെ ഇല്ല. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ സീനിയർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൂപ്പർവൈസർ പിന്നെ എന്താ പറയുക മൗനം പാലിച്ച് അങ്ങനെ നിയന്ത്രിച്ചാൽ നിർത്തിവെച്ചെന്ന് പറഞ്ഞാൽ അതൊരു കുറ്റം തന്നെയാണ് ശരിക്കും. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ പെരുമാറുന്നത്. പിന്നെ സീനിയർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് റോൾ എടുക്കുന്ന ആളാണ് സ്റ്റാഫ് സെക്രട്ടറി. അതുപോലെ തന്നെ സീനിയർ അസിസ്റ്റൻ്റ്. അത് പിന്നെ എന്താ പറയുക സീനിയർ അസിസ്റ്റൻ്റ് ഇതായിട്ട് ഒരക്ഷരം മിണ്ടിയില്ല അല്ലേ. നല്ലതാണ്. എന്താണെങ്കിലും ഒച്ച ഉണ്ടാക്കുന്നത് കണ്ടറിഞ്ഞൂടെ, ഉണ്ടായിരിക്കാൻ പറഞ്ഞൂടെ. നിസാമോട് ശരിക്കും ടീച്ചർക്ക് പറയാമല്ലോ. നിസാമോട് ഉണ്ടായിരിക്കും. നിസാം എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് വിഷയമാണെങ്കിലും ടീച്ചറോട് ഭയങ്കര സംസാരിക്കണം. എന്ത് കാര്യമാണെങ്കിലും പ്രിൻസിപ്പൽ പറഞ്ഞാൽ കേൾക്കണം എന്ന് പറയണ്ടേ. അത് പറഞ്ഞില്ല. അത് പറയാത്ത കുറ്റകാരൻ തന്നെയാണ്. അങ്ങനത്തെ സീനിയർ അസിസ്റ്റൻ്റ് എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ ആവശ്യത്തിൽ ഇതാകാതെ വെറും ഒരു ഇത് ഇടാനായിട്ടുള്ള സീനിയർസിൻ്റെ ഉണ്ടല്ലോ. സീനിയർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു പരീക്ഷ എഴുതുന്നത് മാത്രമല്ല, ഇതൊരു സസ്പെൻഷനോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറിക്കും കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. ചെയ്ത് പരീക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കണം. അതാണ് ചെയ്യിപ്പിക്കണം. എന്താ ഒരു ഒന്നാലോചിക്കും. നിങ്ങൾക്കോ എനിക്കോ എന്തൊരു പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ. ഒരു ഫോൺ നിങ്ങളെ കഴിഞ്ഞതോടെ ഇതിനൊക്കെ മാറ്റിക്കൊടുക്കാൻ ഇത്ര നിലപാടെടുത്തായി. ടീച്ചർ നിലപാടെടുത്തായി. ഇങ്ങനെ ഇത്ര മാത്രം എന്നെ അവിശ്വസിക്കുന്നതായിട്ട് മുമ്പ് ഞാൻ അതിന് പോയിട്ട് നിൽക്കുകയാണെങ്കിൽ ടീച്ചർ സ്ട്രോങ് ആയി നിലപാടെടുത്ത് അവിടെ നിൽക്കും. അവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഓർക്ക് കാട്ടി കൊടുക്കാം, ട്രാൻസ്ഫർ കൊടുക്കാം. ആദ്യത്തിൽ ഒന്ന് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞ് വാങ്ങുക. ഇത് മറ്റേ വിഷയത്തിൽ അതുപോലെ കുട്ടികളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ അങ്ങനത്തെ ഇതായതുകൊണ്ട് കുട്ടികളടക്കം എന്താ പറയുക വിമർശിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാസ് എന്നുള്ള രീതിയിലാണ് അന്നൊരു ഇത് കൊടുക്കാറുള്ളത്. അന്നത്തെ ഓരോ സ്പെഷ്യലായി ഇതിൽ ഓനെ കൂട്ടണം. ഓനത് പോയി കഴിഞ്ഞാൽ ഓനെ കളിയൊക്കെ പെണങ്ങോളാൻ ചെന്നിട്ടില്ലേ ആദ്യം കിട്ടിയാലാവും വാങ്ങാൻ പറ്റില്ലായിരുന്നു. മനസ്സിലായോ? അവിടുത്തെ ഓവറാക്കി സംസാരിച്ചവർ അതൊക്കെ മാത്രമല്ല സംഘടനാപരമായിട്ട് അങ്ങനത്തെ ഒരു പ്രസിഡന്റ് അങ്ങനത്തെ ഒരാളെ നമുക്ക് വേണ്ടത്. എൻ്റെ ഇതിൽ കേസിൽ പോലും വേണം സ്ഥാനത്ത് നിന്ന് അർത്ഥം ഇതിനൊക്കെ എൻ്റെ ഇത്രയും ടീച്ചേഴ്സ് ഇങ്ങനെ വർപ്പിച്ച് ഇങ്ങനെ പെരുമാറാനാകാത്ത ഒരാളെ ഇതിന് സജ്ജനം നിൽക്കത്തില്ല. വേറെ ആളാക്കാൻ തന്നെ സംഘടനയ്ക്ക് കത്ത് കൊടുക്കലേ വേണ്ടത്. അത് പിന്നെ എല്ലാ കാര്യം നിർബന്ധമായി കൊടുത്തിട്ടാണ്. ഓൻ വരുന്ന നമുക്ക് വരുന്നില്ല പ്രശ്നമില്ല. ഓനെ ഇതാക്കാൻ പറ്റുകയും അങ്ങനത്തെ എന്താ പറയുക ഡൊണേഷൻ കാണിക്കുന്ന ആളെ കൂടെ ഇറക്കിയിരിക്കുന്നത് നമ്മളൊക്കെ നിൽക്കുന്നത് ഇത് നമുക്കൊന്ന് അല്ല അത് പിന്നെ അത് മാത്രമല്ല പേഴ്സണലായിട്ട് നമുക്ക് എന്തെങ്കിലും ഈഗോ ഉണ്ടായിട്ടൊന്നുമല്ലല്ലോ. ഇതിപ്പോൾ പിന്നെ ഓനെ ഇവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഒരാളും നമ്മൾ പിന്നീട് വന്ന ആളും ആയിട്ട് നമ്മളിന്നിട്ട് ഓനോട് പിന്നെ എന്താ പറയുക ബഹുമാനിക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക അനാവശ്യമായിട്ട് തട്ടിക്കയറി എന്തെങ്കിലും ചെയ്യുന്ന കാര്യമല്ലല്ലോ. ഓനെ പഠിപ്പിച്ച ടീച്ചർ ഒന്നാലോചിച്ച് ഓരോ ടീച്ചർ ഓരോരോട് എനിക്ക് ഭയങ്കര ബഹുമാനം ഭയങ്കര ഇത് അല്ല ഈ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആശുപത്രിയിൽ പ്രശ്നമുണ്ടായിരുന്നില്ലല്ലോ. ടീച്ചർ വന്നപ്പോൾ ടീച്ചറെ അല്ല പറയണ്ടെന്നറിയോ. അല്ല ടീച്ചറോട് തോന്നാൻ ഞാൻ പറയും എന്നറിയോ. ഇതിപ്പോൾ മൊയ്താനായപ്പോൾ ഒന്നും ആരും ചെയ്തില്ലല്ലോ, ആൾക്കാരും ചെയ്തല്ലോ. നിങ്ങൾ വന്നപ്പോൾ ചെയ്യുന്നു. നിങ്ങളാകുമ്പോൾ നിങ്ങൾ പദമുണ്ട് അതുകൊണ്ട് ചെയ്യുന്നതാണ്. ടീച്ചറെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കണം. ടീച്ചർ നിലപാടാണ് സ്ട്രോങ് ആയിരിക്കേണ്ടത്. ഇത് വെറുതെ തട്ടിക്കറി സംസാരിക്കണ്ട. അത് മാത്രമല്ല ആ സ്റ്റാഫ് കൗൺസിലിൽ പങ്കെടുക്കാതെ ഒരു പോയി ഒരു എവിടേക്ക് പോയി അതന്നെ അതിന് ശരിയാണ് ചോദിക്കണ്ടേ. ശരിക്ക് ഒന്ന് മാനേജ്മെൻറ്റ് വന്ന് മാനേജ്മെൻറ്റ് മുഖഭാവത്തിൽ സംസാരിക്കുക. പക്ഷെ സംസാരിക്കുന്നില്ല. എന്തെങ്കിലും നടപടി ഒരു ശിക്ഷണ നടപടി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ
ഒരു കാര്യമില്ല. എത്ര പ്രാവശ്യം എത്ര സ്റ്റാഫിനോട് ഓന് മോശമായി പെരുമാറി. അതിലൊന്നും ഇതില്ല. എന്താ എല്ലാം തമാശയായിട്ട് അതിനൊന്നും ഒരു നടപടി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഓനിപ്പോൾ ഈ പോലെ ചെയ്തത്. അല്ലേ? ഓന് ചേർന്നോടാണ് സംസാരിക്കുന്നത് വേണ്ട കാര്യം. ഓന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ ചെയ്യും. അവിടെ പോയാൽ എന്നിട്ട് വരണ്ട. ആ വർത്താനം ചിലപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ വേറെ അഭിപ്രായങ്ങൾ വരും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടപെടും. അത് എല്ലാവർക്കും ഇടപെടാൻ പറ്റും. അതിപ്പോൾ ഒരാൾ എന്തെങ്കിലും പറയണ്ടാന്ന് ഒരാളെ മിണ്ടാകാത്തിക്കുന്നല്ലോ. ഒരാളെ അഭിപ്രായം പറയുമ്പോൾ അത് പറയുന്ന കഴിഞ്ഞവരെ ബാക്കിയുള്ള ആൾക്കാരെ മിണ്ടാക്കാനൊന്നും പറ്റില്ല. നിങ്ങളൊരു അഭിപ്രായം പറയുമ്പം ടീച്ചേഴ്സ് വേറെ അതിലിങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പറയില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പറയുമല്ലോ. നമ്മളിപ്പോൾ അതിന് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ വൈകുന്നേരം മുണ്ടത് വേറെ ആരും ഞാൻ ചേർന്നാണ് പറഞ്ഞത്. ചേർന്ന് മറുപടി വരിക. അതിനവന് വേറെ സ്റ്റാഫ് ഉണ്ടായിക്കോട്ടെ, വേറെ ആളായിക്കോട്ടെ. ആശിക്കും എൻ്റെ കൂടെ കൂടിയിട്ട് ആജാതി വിളിക്കലും വർത്താനൊക്കെ നടത്തിയില്ലേ? ആശിക്ക് നിങ്ങളെ പേരെടുത്ത് പറഞ്ഞേ. ഗൗഹർ എന്ത് കാലമായിട്ട് ഓനെന്തോ മുണ്ടാ ചെയ്യുന്നത്, ഓനെന്തോ ഇലക്കി അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ അത് ആലോചിക്കാലോ. അങ്ങനല്ല, ഓരോരുത്തർ വന്നിട്ട് ഓരോരുത്തർ എടുത്ത നിലപാടുകൾ ഓരോരുത്തർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, എന്താ ചെയ്യുന്നത് അതും ചോദിക്കാലോ, സംസാരിക്കാലോ, നോക്കാലോ. നിങ്ങളെവിടെ ഉള്ളപ്പോൾ ടീച്ചറോട് ടീച്ചറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുഴപ്പമില്ല, ലേറ്റായാലും ഞാൻ വിളിച്ചോളാം. കളിയും കഴിഞ്ഞു ശരിയില്ല കേട്ടോ. ടീച്ചർ സ്ട്രോങ് ആയിട്ട് നിന്നാൽ അതിപ്പോൾ ഇതുവരെ പിന്നെ ഞാൻ ഇത്രയും മറ്റേ ഇവിടെ ഇത്ര ഹെഡ്മാരുണ്ട്. ഒരാളും അങ്ങനെ പോയിട്ട് സംസാരിക്കുന്നത് അതുമാതിരി എതിർപ്പുള്ള കാര്യം ഉണ്ടാവും. മാന്യമായിട്ട് എതിർപ്പ് പറയണം. ശരിയില്ലാത്ത കാര്യമില്ല. ഇതാണ് ഞാൻ 10 ദിവസം അവിടെ നിന്ന് മാറുന്നുള്ള പ്രശ്നം. ചോദിച്ചാലേ ഞാൻ കുഴിച്ചിട്ടുണ്ടാവും. അല്ല, തോന്നിയ ദിവസം പറയാം. ഇടപെടണം. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ചെയ്തത്. അതന്നെയാണ് ചെയ്യുന്നുണ്ട്. അല്ലാതെ എന്താ കേട്ട് ഗവൺ പറയുന്നത് മൊത്തം കേട്ടിട്ട് നമ്മൾ എന്താ പറ്റാ. ആ റഷീദ് സാറ് പറഞ്ഞു അല്ലേ? അതാണ് അങ്ങനത്തെ റഷീദ് സാറിനെ പോലത്തെ ആളുകളാണ് പറയുന്നത്. കാരണം എന്താ അത്രയും വിശ്വാസവും അത്രയും അധികമായി നിൽക്കുന്ന ആൾക്കാരല്ലേ. പിന്നെ വർത്തമാനം പറയുന്നുണ്ടോ? അവർ എന്തായാലും പുറത്താക്കി. അതല്ലേ. തോൽക്കാന്ന് വെച്ചാൽ തോന്നിയത്തല്ലേ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ എന്താ പോകുന്നൊക്കെ വിചാരം. എന്ത് ഇതായിട്ടാ എന്ത് പറഞ്ഞാൽ മറ്റേ വിശാലാണ് സംസാരിച്ചിരുന്നു. പ്രൊബേഷൻ പോലും ഡിക്ലെയർ ആയിട്ടില്ല. അതിനത് കളിയാണ്. പക്ഷെ തോന്നിയാത്ത കേട്ടോ, വർത്താനം തോന്നിയാത്ത. ടീച്ചറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് ടീച്ചറോട് വർത്താനം പറയാതായിട്ടേ ഞാൻ ഒന്നര വിളിച്ചോട്ടെ. പ്രൊബേഷനിൽ വെച്ചാൽ മാനേജ്മെൻറ്റ് വിചാരിക്കണം. മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ടീച്ചർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് മാനേജ്മെൻറ്റ് ഇതാക്കുക. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യൂല സാധാരണ. സർവീസിനെ ബാധിക്കുന്നതുകൊണ്ട് പ്രൊബേഷൻ ഇത് ഫിറ്റല്ല എന്നുള്ളതാണ് കാണിക്കുക. ഫിറ്റല്ല എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും ജോലിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൊബേഷനിൽ ഈ ഇതിനുള്ളിൽ പിന്നെ അയാൾ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പാക്കലാണ് പ്രൊബേഷൻ്റെത്. ഒരൺഫിറ്റാട്ടോ ശരിക്കും. പോലീസിൽ പോയിട്ടുണ്ടെങ്കിൽ ഓനെ ഒറ്റ അതുകൊണ്ട് ഇവിടെ ഉണ്ടാവും. കൽപ്പറ്റ ട്രാഫിക്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ
ഇല്ല. ആ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വിടാറി. അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പോയാൽ തരില്ല. ലൈറ്റ് നിങ്ങൾ നോക്കണ്ട, ഞാനാണ് ഇവിടുത്തെ ചെയർ, ഞാനാണ് ചെയർ ഇട്ടിരിക്കുന്നത്. ഒന്ന് വീഡിയോ ആക്കിയാൽ ഞാൻ ഒരു രംഗം കാണിച്ചു തരാം. ഇതിലെ കളികൾ കാണിച്ചു തരാം. ഒന്ന് വീഡിയോ ആക്കി. വീഡിയോ ആക്കി മോനെ. ഐഫോണല്ല. Very dangerous. That's the way.